ഇതിനെക്കുറിച്ച് ചില മാധ്യമങ്ങളിൽ എന്നെ ഒരു ആവശ്യത്തിന് സമീപിച്ച ഒരു വനിതയുമായി ഞാൻ സഭ്യതരമായ ഭാഷയിൽ വർത്തമാനം പറയുകയുണ്ടായി എന്ന വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അറിവിൽ എന്നെ ഏതാവശ്യത്തിന് സമീപിക്കുന്ന ആരോടും നല്ല നിലയിൽ മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അസാധ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നെ സമീപിക്കുന്നത് എങ്കിൽ പോലും പരമാവധി നല്ല നിലയിൽ സംസാരിക്കാനാണ് ഞാൻ ശ്രമിച്ചു പോന്നിട്ടുള്ളത് ഇതുവരെയായി. എൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ മാധ്യമ സുഹൃത്തുക്കൾ എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു വീഴ്ച സംഭവിച്ചിട്ടുള്ളതായി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ആരോടെങ്കിലും ചെയ്തതായി എനിക്ക് തോന്നിയിട്ടില്ല. ഈ കാര്യത്തിൽ ശരി തെറ്റുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇതിലെ ശരി തെറ്റുകൾ അദ്ദേഹം വസ്തുനിഷ്ഠമായി ഏത് ഏജൻസിയെ വെച്ച് വേണമെങ്കിലും അന്വേഷിക്കട്ടെ. ആ അന്വേഷണത്തിലൂടെ എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ എൻ്റെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞാനും നാളിതുവരെ ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയ ധാർമ്മികതയുണ്ട്. എൻ്റെ പേരിൽ എൻ്റെ പാർട്ടിയിലെ ഒരു പ്രവർത്തകനും തലകുനിച്ച് നിൽക്കേണ്ടി വരികയില്ല എന്നതാണ് ഞാൻ എല്ലാ കാലത്തും എടുത്തിട്ടുള്ള നിലപാട്. എലത്തൂർ നിയോജകമണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്തും ഞാൻ വോട്ടർമാരോടും പറഞ്ഞിട്ടുള്ളത് എന്നെ ഓർത്ത് ലജ്ജിക്കേണ്ട ഒരു സാഹചര്യം ഞാനായിട്ടുണ്ടാക്കുകയില്ല എന്നാണ്. മാധ്യമലോകം ഈ വാർത്ത നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിക്കുന്നതിലൂടെ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എൻ്റെ മണ്ഡലത്തിലെ എൻ്റെ വോട്ടർമാരും കേരളത്തിലെമ്പാടുമുള്ള എൻ്റെ പാർട്ടി പ്രവർത്തകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർക്കും അവരുടെ എന്നെക്കുറിച്ചുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. LDF സർക്കാരാണെങ്കിൽ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഈ സാഹചര്യത്തിൽ എൻ്റെ ആദ്യത്തെ കടമ ശരിതെറ്റ് എന്നതിനേക്കാൾ ഉപരിയായി ഈ രാഷ്ട്രീയ ധാർമ്മികതയെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ വിവരം ഞാൻ അല്പസമയത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. ആ തീരുമാനം
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ നിന്ന് ഞാനിപ്പോൾ വഹിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രിസ്ഥാനത്തു നിന്നും രാജിവെച്ചൊഴിയുക എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റസമ്മതമല്ല, മറിച്ച് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ യശസ്സ്, എൻ്റെ മുന്നണിയുടെ രാഷ്ട്രീയ അന്തസ്സ്, എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകന്മാർ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്നിൽ അർപ്പിച്ച വിശ്വാസം, ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നതിന് ഞാൻ ഈ സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്നത് ഉചിതമായിരിക്കുകയില്ല എന്ന എൻ്റെ ഉത്തമ ബോധ്യമാണ്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ മന്ത്രിസഭയിൽ നിന്നുള്ള എൻ്റെ രാജി നിങ്ങളെയെല്ലാം അറിയിക്കുകയാണ്. കോഴിക്കോടെ മാധ്യമപ്രവർത്തകന്മാർ ഞാൻ മന്ത്രിയാകുന്നതിനും മുമ്പ് തന്നെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ സഹായ സഹകരണവും നൽകിയിട്ടുള്ളവരാണ്. മന്ത്രിയായതിനു ശേഷം എല്ലാ കാര്യങ്ങളിലും എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നൽകിയ ആ പ്രോത്സാഹനത്തിന്, പിന്തുണയ്ക്ക് ഞാൻ ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും എൻ്റെ പൊതുജീവിതത്തിൽ നിങ്ങളുടെ ഉപദേശവും സഹായ സഹകരണവും നിർദ്ദേശവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ധാർമ്മികത എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം ഇത്തരത്തിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് താങ്കൾ ഒരു വീട്ടമ്മയോട് അപമര്യാദയായി പെരുമാറിയെന്നുള്ളതാണ്. അതിൽ എത്രത്തോളം വാസ്തവം? ഞാനത് പറഞ്ഞല്ലോ, എനിക്കതിനെപ്പറ്റി ഒരു അറിവും ഇല്ലാത്തൊരു കാര്യമാണ് പറയുന്നത്. അത് വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, മലപ്പുറത്ത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏർപ്പെട്ടിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടായിട്ടുണ്ടോ എന്നത് ഈ ഘട്ടത്തിൽ ഞാൻ അന്വേഷിക്കുന്നില്ല. കാരണം ഈ ഘട്ടത്തിൽ എനിക്ക് വേണ്ടത് എൻ്റെ നിരപരാധിത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും എൻ്റെ മുന്നണിയുടെയും ഗവൺമെൻറ്റിൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അന്തസ്സ് ഉയർത്തുകയുമാണ് എൻ്റെ ആദ്യത്തെ ജോലി. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി അത് അന്വേഷിക്കട്ടെ. അങ്ങനെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടുപിടിക്കാൻ അദ്ദേഹം സ്വാഭാവികമായും ശ്രമിക്കുമല്ലോ. പാർട്ടിയിൽ ഗൂഢാലോചന അല്ല, എൻ്റെ ഒരു നിലപാട്, എനിക്ക് ആരെക്കുറിച്ചും പരാതിയില്ലാത്ത ആളാണ് ഞാൻ. അയ്യോ, ഞാനിങ്ങനെ രാജി പറഞ്ഞല്ലേ ഉള്ളൂ. രാജി പറയും മുമ്പ് എങ്ങനെയാണ് അങ്ങനെ ഒരു ചർച്ച നടക്കുക? ഞാൻ ആ മംഗളം വാർത്ത ശ്രദ്ധിച്ചിട്ടില്ല.